ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ലോഗോ ആനിമേഷനാണ്. അതിനുവേണ്ടി നമ്മൾ ന്യൂ കോമ്പോസിഷൻ എടുക്കുക. അതിൽ നമ്മൾ സ്റ്റോറി സൈസിലാണ് ചെയ്യുന്നത്. 1900 1920 എന്ന സൈസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിക്കുക. അതിനുശേഷം നമുക്കൊരു സോളിഡ് സെറ്റ് ചെയ്യണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ന്യൂ എടുക്കുക, സോളിഡ് അടിക്കുക, എന്നിട്ട് അതിൽ കളർ വൈറ്റ് കൊടുക്കുക, ഓക്കെ അടിക്കുക, എന്നിട്ട് ഇവിടെ ഓക്കെ അടിക്കുക. ഇനി നമുക്ക് വേണ്ടത് ലോഗോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടി നമ്മളിവിടെ പ്രൊജക്റ്റിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ലോഗോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആനിമേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ലോഗോ എടുക്കുക, ഡബിൾ ക്ലിക്ക് അടിച്ചാൽ ഇവിടെ വരും. എന്നിട്ട് അത് നമ്മളതിലേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഗോ ഇവിടെ വരും. ലോഗോ നമുക്കൊന്ന് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിൽ എസ് നിൽക്കുക, അപ്പോൾ സ്കെയിലിൻ്റെ ഓപ്ഷൻ വരും. ഇതിൽ നമ്മളൊരു 13 എടുക്കുക. ഓക്കെ, ഇനി നമുക്കിതിൽ പൊസിഷനും റൊട്ടേഷനും കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കീബോർഡിൽ പി പ്രസ് ചെയ്യുക, എന്നിട്ട് Shift+R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷനും പൊസിഷനും ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മളിതിന് രണ്ടിനും കീ ഫ്രെയിമുകൾ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലോഗോ ഒന്ന് അടിയിലേക്ക് വലിക്കുക. ഒരു 2208 കൊടുക്കാം. ഇവിടെ റൊട്ടേഷൻ നമുക്ക് 90 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ റൂളർ ഇവിടെ വെക്കുക. എന്നിട്ട് പൊസിഷൻ ഒരു 960 കൊടുക്കുക, റൊട്ടേഷൻ 0 കൊടുക്കുക. എന്നിട്ട് റൂളർ ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് നീക്കുക, ഇവിടെ നിൽക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത പൊസിഷൻ്റെ കീ ഫ്രെയിം ഉണ്ടല്ലോ, അത് ഇവിടുന്ന് Ctrl+C അടിച്ച് കോപ്പി അടിക്കുക, എന്നിട്ട് Ctrl+V അടിക്കുക. അപ്പോൾ ഇവിടെ കീ ഫ്രെയിം ആഡ് ആവും. റൊട്ടേഷൻ നമുക്കൊരു -90 കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ആനിമേഷൻ എന്തായിരുന്നു നോക്കാം. ഇനി ഇതിനെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കീ ഫ്രെയിം മൊത്തം സെലക്ട് ചെയ്യുക, എന്നിട്ട് F9 പ്രസ് ചെയ്യാം. നമുക്കിവിടെ ഒരു ഗ്രാഫിൻ്റെ ഐക്കൺ കാണാം, അതിൽ പ്രസ് ചെയ്യാം. അതിനുശേഷം നമ്മളിതൊന്ന് സൂം ചെയ്യാം. എന്നിട്ട് ഇവിടെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ മഞ്ഞ ലൈനൊന്ന് ഇവിടം വരെ വലിക്കുക. അതിനുശേഷം ഇപ്പുറത്തും ഇവിടെ വരെ വലിക്കുക. എന്നിട്ട് മുകളിലത്തെ ക്ലിക്ക് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ മഞ്ഞ വര ഇങ്ങോട്ടേക്കാക്കാം, ഇവിടുത്തതും ഇങ്ങോട്ടേക്കാക്കാം. ഇവിടെ ഈ സെൻട്രൽ കാണുന്ന ഈ സ്ക്വയറിൽ ഡബിൾ ക്ലിക്ക് അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി വരും. അതിൽ നമ്മൾ ഇവിടെ -50 കൊടുക്കുക, ഇവിടെ 100 കൊടുക്കുക. ചിലപ്പോൾ 100 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഇത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആനിമേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആനിമേഷൻ സെറ്റ് ആയിട്ടുണ്ട്. പുതിയ ട്യൂട്ടോറിയൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.